അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളിക്ക് പ്രത്യേകിച്ചൊരു മുഖവുര ആവശ്യമില്ലാത്ത വ്യവസായിയാണ് യൂസഫ് അലി എം എ. യൂസഫ് അലി എം എ യു എയിലെത്തിയിട്ട് 50 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. നിരവധി ആളുകൾക്ക് കരുണയുടെയും സ്നേഹത്തിൻ്റെയും കൈത്താങ്ങാകുന്ന യൂസഫ് അലി എം എയുടെ ജീവിതയാത്രയിലേക്ക്. ബോംബെ തുറമുഖത്ത് നിന്നും 1973 ഡിസംബർ 26 പുറപ്പെട്ട ധൂമ്ര എന്ന കപ്പലിന് മലയാളിയുടെ പ്രവാസ ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട്. നാട്ടിക എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നുള്ള ഒരു 19കാരനെയും കൊണ്ടാണ് 6 ദിവസത്തിനു ശേഷം ഡിസംബർ 31 ആ കപ്പൽ യു എയുടെ തീരമണഞ്ഞത്. ജീവിതത്തിൽ ഉയരങ്ങളിലെത്തുമെന്ന ഉറച്ച വിശ്വാസവും അധ്വാനിക്കാനുള്ള മനസ്സും മാത്രമായിരുന്നു അന്ന് ആ യുവാവിൻ്റെ കൈമുതൽ. പിന്നീട് മലയാളി കണ്ടത് ചരിത്രം. റാഷിദ് പോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ അബുദാബിയിൽ വന്ന് അന്ന് ടൊയോട്ട ബ്ലൂ കളർ സ്റ്റൗട്ട് 21675 എന്നാണ് നമ്പർ. എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. ആ ടൊയോട്ട പിക്കപ്പ് സ്റ്റൗട്ടിലാണ് ഇവിടെ വന്നത്. അന്ന് മുതലുള്ള ജേർണിയാണ്. ഇപ്പോൾ നിരക്കെത്തി ഒരു റിഗ്രറ്റില്ല. അന്ന് ഒറ്റവരിപ്പാത മാത്രമുണ്ടായിരുന്ന നാടായിരുന്നു യു എ. ചൂടിൽ തിളച്ചുമറിയുന്ന ഈ നാട്ടിൽ ജോലി ആരംഭിച്ച യൂസഫ് അലിയുടെ മനസ്സു നിറയെ നല്ല നാളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. അബുദാബിയിൽ കച്ചവടക്കാരനായ അമ്മാവന്റെ സഹായിയായിട്ടായിരുന്നു തുടക്കം. പക്ഷേ അന്നേ ഉയരങ്ങൾ കീഴടക്കുമെന്ന് മനസ്സിൽ സ്വപ്നം കണ്ടിരുന്നു ആ യുവാവ്. ആദ്യം എൻ്റെ അങ്കിളിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. ഷോപ്പ് നമ്പർ 123. അവിടെയാണ് ഞാൻ ആരംഭിച്ചത് നമ്മുടെ കരിയർ. അപ്പം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പല സ്ഥലത്തു നിന്ന് വരുത്തി ആൾക്കാർ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ ആ സാധനം കൊണ്ടുവന്ന് നമ്മളെ തന്നിട്ട് അത് വിൽക്കലായിരുന്നു മാർക്കറ്റിൽ. അതിങ്ങനെ ആലോചിച്ച് ഞാൻ ഓസ്ട്രേലിയയിൽ പോയി. ഓസ്ട്രേലിയയിൽ പോയി. അതിനുശേഷം ഹോങ്കോങ്ങിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി, സിംഗപ്പൂർ പോയി. അപ്പോൾ അവിടെയൊക്കെ വളരെ വലിയ ഷോപ്പിങ്ങാണ് ആൾക്കാർ. അതിന് ശേഷം പിന്നെ ഞാൻ യൂറോപ്പിൽ പോയി. അനൂഗ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അതുണ്ട്, അത് ഫെയർ, അനൂഗ ഫെയർ. ഫുഡ് വേൾഡിലെ ഏറ്റവും വലിയ ഫുഡ് എക്സിബിഷനാണ്. അവിടെ പോയി അനൂഗ, ജർമ്മനിയിൽ. ബോണിൽ താമസിച്ചിട്ട് ഈ കൊളോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ പോയി ഒരുപാട് ഫുഡ് എക്സ്പോർട്ടേഴ്സായിട്ട് കണ്ടു. അവിടെ നിന്ന് നേരെ ആംസ്റ്റർഡാമിൽ പോയി. ആംസ്റ്റർഡാമിൽ നിന്ന് കോപ്പൻഹാഗനിൽ പോയി. കോപ്പൻഹാഗനിൽ ഫ്രാൻസിൽ പോയി. ഫ്രാൻസിൽ പാരീസിൽ ഇറങ്ങിയിട്ട് ചെത്തോലിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അവിടെയൊക്കെ ഈ സപ്ലൈസായിട്ട് കാണുകയും സാധനങ്ങൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് വിൽക്കാൻ പറ്റാവുന്ന സാഹചര്യം നോക്കുക.
അതുവരെ മലയാളി ചിന്തിച്ചിട്ടില്ലാത്ത, നടക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ വഴികളും ആശയങ്ങളുമായിരുന്നു യൂസഫ് അലിയെ വ്യത്യസ്തനാക്കിയത്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലൂടെയുള്ള യാത്രയിലൂടെ താൻ അറിഞ്ഞതും പഠിച്ചതുമായ കാര്യങ്ങൾ കോർത്തിണക്കി അബുദാബിയിൽ ചെറിയ രീതിയിൽ ആരംഭിച്ച കച്ചവടമാണ് ഇന്ന് ഓരോ മലയാളിക്കും അഭിമാനമായി ലുലു എന്ന പേരിൽ ഉയർന്നു നിൽക്കുന്നത്. ഒരുപാട് റെവല്യൂഷണറി സ്റ്റെപ്പ് എന്ന് പറയാൻ ഒരുപാട് റിസ്കോട് കൂടിയിട്ടാണ് ഇവിടെ നമ്മളെത്തിയത്. കാരണം ഇപ്പോൾ വലിയൊരു ഷോപ്പിംഗ് മോൾ പണിതാൽ അത് നടക്കില്ലെന്ന് അറിയില്ലോ. നടന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പക്ഷെ അത് ഞാൻ ചിന്തിച്ചില്ല. നടക്കും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് കാൽദിയ മോൾ പണിതു, ഗിസൈസിൽ ഹൈപ്പർ മാർക്കറ്റ്. ഇന്നത്തെ കാലത്ത് ദുബായിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാണ് ഗിസൈസ്. അന്ന് ഷെയ്ഖ് മക്തൂമാണ് ഉദ്ഘാടനം ചെയ്തത്. ഇത് ഷെയ്ഖ് മക്തൂം ഇപ്പോഴത്തെ ഫൈനാൻസ് മിനിസ്റ്റർ ഉണ്ടല്ലോ, ഡെപ്യൂട്ടി റൂളർ, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, ഫൈനാൻസ് മിനിസ്റ്റർ, അത് ഷെയ്ഖ് മുഹമ്മദിൻ്റെ മകൻ. പുള്ളിയാണ് ഇനാഗുറേറ്റ് ചെയ്തത്. ആ ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. രാജ്യങ്ങളിൽ നിന്നുള്ള 69,000-ത്തിലധികം ആളുകളാണ് ഇന്ന് ലുലു എന്ന വലിയ തണലിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 300 ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് ഇപ്പോൾ ലുലു. ബിസിനസ്സുകാരൻ എന്നതിലുപരി ഓരോ മലയാളിക്കും സ്നേഹത്തിന്റെയും കരുണയുടെയും പര്യായം കൂടിയാണ് ഇന്ന് യൂസഫ് അലി. എത്രയോ സാധാരണക്കാരാണ് ഈ മനുഷ്യന്റെ സ്നേഹത്തണലിൽ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. അതെ, കഠിനാധ്വാനവും അർപ്പണബോധവും സത്യസന്ധതയും സഹജീവി സ്നേഹവുമാണ് ജീവിത വിജയത്തിന്റെ കൃത്യമായ ഫോർമുല എന്ന് തൻ്റെ ജീവിതം കൊണ്ട് പറഞ്ഞു തരികയാണ് യൂസഫ് അലി MA. എന്തെങ്കിലും ആവണം, അല്ലാതെ വെറുതെ ഇന്നും ഞാൻ വെറുതെ ഇരിക്കുന്നില്ലല്ലോ. ഈ പ്രായത്തിലും ഞാൻ വെറുതെ ഇരിക്കുന്നൊരു പരിപാടിയില്ല. ടൈമിനോട് ഓഫീസിൽ വരും, ഉച്ചയ്ക്ക് പോയി ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വീണ്ടും വരും. എന്നിട്ട് ഇവരൊക്കെ പോയാലും ഞാൻ ഇരിക്കും. കാരണം പണി ചെയ്യണല്ലോ. കാരണം അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടില്ല. ഞാൻ മടിയനല്ല, ഞാൻ അധ്വാനിയാണ്. അപ്പോൾ അധ്വാനിക്കണം എന്ന് തന്നെയാണ് കാലത്ത് മുതൽ. രാത്രി ഞാൻ പ്ലാൻ ചെയ്യും, നാളെ എന്താ പരിപാടി. ആഘോഷപൂർവ്വം വരവേറ്റിരിക്കുകയാണ് UAE. വിവിധയിടങ്ങളിൽ നടന്ന വെടിക്കെട്ടുകൾ കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. UAEയുടെ പുതുവർഷ കാഴ്ചകളിലേക്കാണ് ഇനി കടക്കുന്നത്. വെടിക്കെട്ടും ആഘോഷ പരിപാടികളുമായാണ് ഇത്തവണയും UAE പുതുവർഷത്തെ വരവേറ്റത്. അബുദാബി ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൽ 4 ലോക റെക്കോർഡുകളാണ് പുതുവർഷത്തോടനുബന്ധിച്ച് പിറന്നത്. ദുബായിൽ 32ഓളം ഇടങ്ങളിലാണ് വെടിക്കെട്ട് നടന്നത്.
ഇതിൽ ഗ്ലോബൽ വില്ലേജിൽ വിവിധ രാജ്യങ്ങളിലെ പുതുവത്സര പിറവി സമയങ്ങൾക്കനുസരിച്ച് 7 തവണകളിലായാണ് വെടിക്കെട്ട് ഉൾപ്പെടെ അരങ്ങേറിയത്. ബുർജ് ഖലീഫയിലും പരിസരത്തും ലൈറ്റ് ഷോയും വെടിക്കെട്ടും നടന്നു. ദി ബീച്ച്, JBR, ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ് എന്നിവിടങ്ങളിൽ 100 കണക്കിന് ഡ്രോണുകളുടെ പ്രത്യേക ഷോയും അരങ്ങേറിയിരുന്നു. റാസൽ ഖൈമയാണ് റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച മറ്റൊരു സ്ഥലം. ഇവിടെ അൽ മർജാൻ ഐലൻഡ് മുതൽ അൽ ഹംറ വില്ലേജ് വരെ 4.5 കിലോമീറ്റർ നീളത്തിൽ 8 മിനിറ്റ് നീളുന്ന കരിമരുന്ന് പ്രയോഗമാണ് നടന്നത്. 2 ഗിന്നസ് റെക്കോർഡുകളാണ് ഇവിടെ പിറന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് റാസൽ ഖൈമയിൽ എത്തിയത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടിയും നല്ല ഒരു ഇത്തവണ വെറൈറ്റികളുണ്ട് എന്നുള്ള ഒരു ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് വന്നതാണ്. ഇപ്പോൾ ഈ ഒരു രാജ്യം ഞങ്ങൾക്ക് തരുന്ന ഒരു സർപ്രൈസ് ഈ ഒരു ന്യൂ ഇയർ തീർച്ചയായിട്ടും അതിനായിട്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ തന്നെ വന്ന് കണ്ടതാണ്. അതെ കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുന്നത്തെ പ്രാവശ്യവും ഒക്കെ ഇവിടെ വന്നിരുന്നു. ഇത്തവണ മാഷ് എത്ര 4 കിലോമീറ്റേഴ്സ് എത്ര 4.5 കിലോമീറ്റേഴ്സ് റെക്കോർഡ് അത് കാണാൻ ഞങ്ങളെല്ലാവരും ഓൾമോസ്റ്റ് ഒരു 3:30-4 മണി ആ സമയത്ത് ഓടിയിട്ട് ഇവിടെ അടുത്ത് വന്നതാണ്. വളരെ മനോഹരമായിരുന്നു. നമ്മൾ ദുബായിലാണ് താമസിക്കുന്നത്. ഞാൻ 9 വർഷമായി ദുബായിൽ. നമ്മൾ ഈ ഒരു വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വളരെ നല്ലൊരു അനുഭവമാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഡെസേർട്ടിലായിരുന്നു. ഈ വർഷം നമ്മൾ ആക്ച്വലി വെടിക്കെട്ട് കാണാനായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. ഈ ഒരു വർഷത്തെ വെടിക്കെട്ടും ഈ ഒരു വർഷം 2024 എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? നല്ലൊരു വർഷം ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് പുതുവർഷ ആഘോഷങ്ങളുടെ ഭാഗമാകാൻ ദുബായിൽ എത്തിയിരുന്നത്. 2023 ഡിസംബർ 27 മുതൽ 2024 ജനുവരി 1 വരെയുള്ള ദിവസങ്ങളിൽ 1 ദശലക്ഷത്തിലധികം യാത്രക്കാരാണ് കര, നാവിക, വ്യോമ മാർഗങ്ങളിലൂടെ ദുബായിലേക്ക് വരികയും പോവുകയും ചെയ്തത് എന്നാണ് ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 1 ദശലക്ഷത്തിലധികം യാത്രക്കാർ ദുബായ് എയർപോർട്ടുകളിൽ ഈ കാലയളവിൽ ഉപയോഗിച്ചു. ഹത്ത അതിർത്തിയിലൂടെ 76,000-ലധികം യാത്രക്കാരും ജലമാർഗത്തിലൂടെ 27,000-ലധികം യാത്രക്കാരും എത്തിയെന്നാണ് കണക്കുകൾ പറയുന്നത്. ഡിസംബർ 30-ന് മാത്രം 2,24,380 യാത്രക്കാരാണ് എത്തിയത്. തങ്ങളുടെ പുതുവത്സര ആഘോഷ കേന്ദ്രമായി ദുബായെ തന്നെ ആളുകൾ തെരഞ്ഞെടുത്തു എന്നുള്ളതിൽ വലിയ അഭിമാനമുണ്ടെന്ന് GDRFA ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു. പുതുവത്സര രാവിൽ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്ന ആഘോഷ പരിപാടികൾ സുഗമമായി ആസ്വദിക്കാൻ ജനങ്ങൾക്ക് കൃത്യമായ പിന്തുണയുമായി പൊതുഗതാഗത സംവിധാനങ്ങളും രംഗത്തുണ്ടായിരുന്നു. അതിനാൽ തന്നെ യാത്രാ തിരക്ക് ഒഴിവാക്കി ആളുകൾക്ക് സുഗമമായും മനോഹരമായും കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിച്ചു. 22 ലക്ഷത്തിലേറെ ആളുകളാണ് പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ചത്. ഇതിൽ മെട്രോയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചത്. 9.7 ദശലക്ഷം യാത്രക്കാരാണ് മെട്രോയിൽ സഞ്ചരിച്ചത്. ടാക്സികൾ 5.9 ലക്ഷം ആളുകളും ബസ്സിൽ 4.1 ലക്ഷം ആളുകളും സഞ്ചരിച്ചു. ദുബായ് ട്രാം 56,000-ലധികം ആളുകളും ഉപയോഗിച്ചുവെന്ന് അധികൃതർ വ്യക്തമാക്കി. ആഘോഷ സ്ഥലങ്ങളിലേക്കുള്ള വഴികളിൽ തിരക്ക് കുറയ്ക്കാനും എളുപ്പത്തിൽ എത്തിച്ചേരാനുമായി പൊതുഗതാഗത സംവിധാനങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തണമെന്ന് അധികൃതർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ദുബായ് മെട്രോയും ട്രാമും തുടർച്ചയായി 40 മണിക്കൂറാണ് സർവീസ് നടത്തിയത്. ഇത്തരത്തിൽ കണ്ണും മനസ്സും നിറഞ്ഞാണ് ദുബായിൽ ഓരോരുത്തരും പുതുവർഷത്തിലേക്ക് കാലെടുത്തു വെച്ചത്. ഞങ്ങൾ വൈകുന്നേരം ഒരു 4-4:30 ഇവിടെ എത്തി. അപ്പോൾ ഇത്ര ആളില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം കൂടുതൽ ആളുകൾ വന്നു. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഒരുപാട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് സോ വണ്ടർഫുൾ. വി ഹാഡ് എ വെരി ഗ്രേറ്റ് ടൈം.